എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ടൈപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു ലൈക്ക് ഡാഷ് വിത്ത് മീ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയൊക്കെയാ തെറ്റുന്നത്, അതൊക്കെ നമുക്ക് അറിഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. വുഡ് യു ലൈക്ക് ഡാഷ് വിത്ത് മീ? വേഗം ആൻസർ ചെയ്തോളൂ. വുഡ് യു ലൈക്ക്? ആൻസർ ടു ഡാൻസ് വിത്ത് മീ ആണ് കേട്ടോ. വുഡ് യു ലൈക്ക് ടു ഡാൻസ് വിത്ത് മീ? ഓക്കെ, അപ്പോ വുഡ് ലൈക്കിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ടു പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ആണ് കേട്ടോ. വുഡ് യു ലൈക്ക് ടു ഡാൻസ് വിത്ത് മീ? കുറച്ച് പേരെങ്കിലും ഡാൻസിങ് എന്നുള്ള ആൻസറിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്കിനൊക്കെ ശേഷം നമ്മൾ ING ഫോം യൂസ് ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നെഗറ്റീവ് അടിക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലൈക്ക് മാത്രമല്ല, വുഡ് യു ലൈക്ക് എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെ വരുമ്പോൾ ടു പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. ടു പ്ലസ് V1 ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഒന്നും ചേർക്കാത്ത ഫോം അല്ലെ. അപ്പൊ ടു ഡാൻസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടിയോ? മനസ്സിലായോ? തെറ്റുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് സെലക്ട് ചെയ്ത് പഠിച്ച് മുന്നോട്ട് വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, ഷീ ഡിസ്ലൈക്സ് ഡാഷ് TV. പോരട്ടെ, എന്തായിരിക്കും ആൻസർ? ഷീ ഡിസ്ലൈക്സ് ഡാഷ് TV. നേരത്തെ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു പോയിരുന്നു. ആൻസർ പോരട്ടെ, ഷീ ഡിസ്ലൈക്സ് ഡാഷ് TV. ഷീ ഡിസ്ലൈക്സ് വാച്ചിങ് TV. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ഡിസ്ലൈക്കിനൊക്കെ ശേഷം നമ്മൾ സാധാരണ ജെറണ്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഷീ ഡിസ്ലൈക്സ് വാച്ചിങ് TV ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലെയിൻ വാസ് ക്രാഷ്ഡ് ആൻഡ് ദ പാസഞ്ചേഴ്സ് ഡാഷ്. ദ പ്ലെയിൻ വാസ് ക്രാഷ്ഡ് ആൻഡ് ദ പാസഞ്ചേഴ്സ് ഡാഷ്. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, നമ്മുടെ ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സിന്റെ കൂടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് 999 റുപ്പീസിനുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. 30 ഡേയ്സിന്റെ കോഴ്സാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. വേഗം പറഞ്ഞോളൂ. ആൻസർ പെറിഷ്ഡ് ആണ്. ദ പ്ലെയിൻ വാസ് ക്രാഷ്ഡ് ആൻഡ് ദ പാസഞ്ചേഴ്സ് പെറിഷ്ഡ്. അപ്പോ പ്ലെയിൻ വാസ് ക്രാഷ്ഡ് അല്ലേ? വാസ് ക്രാഷ്ഡ് എന്ന് പറയുമ്പോൾ വാസിന് ശേഷം V3 ഫോം ഓഫ് ദ വെർബ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ വേർ പെറിഷ്ഡ് എന്നുള്ള ആൻസർ കുറച്ച് പേരെങ്കിലും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. വേർ പെറിഷ്ഡ്, യെസ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പെറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടല്ലോ, അതിനെ നമ്മൾ പാസീവില് പറയാറില്ല കേട്ടോ. അപ്പൊ ആ ഒരു വേർഡ് പഠിച്ചു വെച്ചേക്കുക. പെറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിനെ നമ്മൾ പാസീവില് പറയാറില്ല. അങ്ങനെയാണെങ്കിൽ വേർ പെറിഷ്ഡ് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്? പെറിഷ്ഡ് എന്ന് വേണം പറയാനായിട്ട്. PSCയുടെ PYQ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം. നമുക്ക് ഇതേപോലെ പ്ലെയിൻ വാസ് ക്രാഷ്ഡ് എന്നൊക്കെ കാണുമ്പോൾ പാസീവ് വോയിസ് അല്ലേ എന്നുള്ള രീതിയിൽ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹീസ് ഡാഷ് ഓഫ് ദ ടു ബോയ്സ്. വേഗം പറഞ്ഞോളൂ. ഹീസ് ഡാഷ് ഓഫ് ദ ടു ബോയ്സ്. എന്തായിരിക്കും ആൻസർ? പോരട്ടെ, ആൻസർ ഹീസ് ദ ടോളർ. കേട്ടോ, രണ്ട് ബോയ്സ് ആണ്. അപ്പൊ രണ്ട് ബോയ്സ് തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോ അവിടെ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദ ടോളസ്റ്റ്, നമ്മൾ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ടോളസ്റ്റ്, അതിന്റെ കൂടെ മാത്രമല്ല നമ്മൾ ദ യൂസ് ചെയ്യുക. നമുക്ക് എന്തിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും? കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ നമുക്ക് ദ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ദ ടോളർ എന്നും പറയാം, ദ ടോളസ്റ്റ് എന്നും പറയാം. എപ്പോഴാണ് നമ്മൾ ദ ടോളസ്റ്റ് പറയുക? മൂന്നോ അതിൽ കൂടുതലോ കേസുകൾ വരുമ്പോഴാണ് നമ്മൾ ദയുടെ കൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ദ ടോളർ. ദക്ക് ശേഷം കമ്പാരിറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ കണ്ടോ, ഹീസ് ഡാഷ് ഓഫ് ദ ടു ബോയ്സ്. രണ്ട് ബോയ്സിനെ വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ആൻസർ എന്താ? ദ ടോളർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞു. നിങ്ങളുടെ മാർക്സുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, if we had followed the instructions of the health department, increasing COVID cases dash well.
നല്ലപോലെ ആലോചിച്ചിട്ട് പറയാം. ഇത് PYQ ആയിരുന്നു കേട്ടോ. ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസിംഗ് കോവിഡ് കേസസ് ഡാഷ് വെൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വുഡ് ഹാവ് ഡിക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇൻക്രീസിംഗ് കോവിഡ് കേസസ് കുറഞ്ഞിരുന്നേനെ അല്ലെ, കോവിഡ് കേസസ് കുറഞ്ഞിരുന്നേനെ എന്നുള്ള രീതിയിൽ. കോവിഡ് കേസ് കുറഞ്ഞിരുന്നേനെ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇൻക്രീസിംഗ് കോവിഡ് കേസസ് ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ബീൻ ചേർക്കേണ്ട കാര്യമില്ല അല്ലെ. വുഡ് ഹാവ് ഡിക്രീസ്ഡ് വെല്ലാണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? ഓക്കെ, ആക്റ്റീവ് വോയിസിലാണ്. അപ്പോൾ ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസിംഗ് കോവിഡ് കേസസ് വുഡ് ഹാവ് ഡിക്രീസ്ഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. എറർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എറർ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയേ, ഇവിടെ 4 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എറർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ഒരു സ്ഥലത്ത് എറർ ഉണ്ട്, ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. വേഗം പറഞ്ഞോളൂ. യെസ്, എല്ലാം നല്ലപോലെ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. വുഡ് ഹാവ് ലുക്ക് ലൈക്ക് മീ, വേർ വി ഹാവ് അപ്ലൈങ്, ഐ വാസ് മിസ്റ്റേക്കൺ, ഐ ലെറ്റ് യു സീ എ പ്രൂഫ് ഓഫ് ഇറ്റ്. ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? വേഗം ആൻസർ ചെയ്തോളൂ. യെസ്, പലർക്കും കിട്ടിയെന്ന് വിചാരിക്കണു. മിസ്റ്റേക്ക് ഉള്ളത് ഓപ്ഷൻ ബിയിലാണ്. വേർ വി ഹാവ്, ഇത് ഹാവ് ആണെന്ന് അറിയാലോ. വേർ വി ഹാവ്, ഹാസ് ഹാവ് ഹാഡിന് ശേഷം നമ്മൾ ING ഫോം യൂസ് ചെയ്യില്ല അല്ലെ. ഹാസ് ഹാവ് ഹാഡിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? V3 ഫോം ഓഫ് ദി വെർബ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഹാവിന് ശേഷം ING ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഐ വാസ് മിസ്റ്റേക്കൺ കുഴപ്പമില്ല, വുഡ് ഹാവ് ലുക്ക് ലൈക്ക് മീ കുഴപ്പമില്ല, ഐ ലെറ്റ് യു സീ എ പ്രൂഫ് ഓഫ് ഇറ്റ്. ഓക്കെ, അവിടെയും എറർ ഒന്നുമില്ല കേട്ടോ. സോ ആൻസർ തെറ്റുള്ളത് ഓപ്ഷൻ ബിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th വൺ. ഹി ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ്. ഇതിൽ ഏതായിരിക്കും ആൻസർ? അപ്പോൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്ത് ആ ടോപ്പിക്ക് വളരെ വൃത്തിയായി പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. ഹി ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ്, എന്താണ് ആൻസർ ആയിട്ട് വരിക? യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ വായിച്ചു നോക്കിയിട്ട് ഹി ഇൻസിസ്റ്റഡ് ഓൺ മീ ടേക്കിംഗ് പാർട്ട്, പറയുമ്പോൾ ഒരു സുഖമുണ്ട്. ഹി ഇൻസിസ്റ്റഡ് ഓൺ മീ ടു ടേക്ക് പാർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുള്ള രീതിയിലല്ലാട്ടോ നമ്മൾ ആൻസർ ചെയ്യണ്ടേ. നമ്മുടെ ഗ്രാമറിന് ഓരോന്നിനും അതിൻ്റെതായുള്ള റൂൾസുകളുണ്ട്. ആ റൂൾസുകളൊക്കെ ഒബേ ചെയ്ത് പോണം. അപ്പൊ വേഗം പറഞ്ഞോളൂ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹി ഇൻസിസ്റ്റഡ് ഓൺ മൈ ടേക്കിംഗ് പാർട്ട് ഇൻ ദി പ്രോഗ്രാം. എങ്ങനെ നമുക്ക് മനസ്സിലായേ ഇതാണ് ആൻസർ എന്നുള്ളത്? ഇപ്പോ നമ്മുടെ പ്രപ്പോസിഷന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? പ്രപ്പോസിഷന് ശേഷം ഇപ്പൊ ഒരു ജെറൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രപ്പോസിഷന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ജെറൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പൊസസീവ് അഡ്ജക്റ്റീവ് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്താ യൂസ് ചെയ്യേണ്ടത്? പൊസസീവ് അഡ്ജക്റ്റീവ് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. പൊസസീവ് അഡ്ജക്റ്റീവ്സ് അറിയാലോ എല്ലാവർക്കും. അറിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചേക്കുക. മൈ, യുവർ, ഹിസ്, ഹെർ, ദെയർ, അവർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, സോ ഹി ഇൻസിസ്റ്റഡ് ഓൺ മൈ ടേക്കിംഗ് പാർട്ട് ഇൻ ദി പ്രോഗ്രാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഡാഷ് ഫ്രം യു. യെസ്, ഇതും ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഈ ടെൻസും കോൺകോഡും ഇതൊക്കെ പഠിച്ചിട്ട് അവസാനം ചിലപ്പോൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ ഇതും കൂടെ അറിഞ്ഞു വെച്ചിട്ട് പോണം കേട്ടോ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഡാഷ് ഫ്രം യു, എന്താണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. ഓക്കെ, ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് കേട്ടോ. അപ്പൊ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു, അതിനുശേഷം ജെറൻഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, പഠിച്ചേക്കുക, അതൊരു യൂസേജ് ആണ്. നെക്സ്റ്റ് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആനസ് ഡാഷ് ദാൻ നട്ടാഷ, എന്തായിരിക്കും ആൻസർ? ആനസ് ഡാഷ് ദാൻ നട്ടാഷ, വേഗം ആൻസർ പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൻസർ ഓൾഡർ ദാൻ ആണ്. ആനസ് ഓൾഡർ ദാൻ, നമ്മൾ ഓൾഡർ ദാൻ എന്നും പറയും, അതേപോലെ തന്നെ എൽഡർ ടു എന്നും പറയും കേട്ടോ. എൽഡർ ടു എന്നാണ് പറയുക. അപ്പൊ ദാൻ കാണുമ്പോൾ മനസ്സിലാക്കുക അതിന്റെ ഫ്രണ്ടിൽ എന്ത് വരും? ഓൾഡർ ആയിരിക്കും
വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓൾഡർ ദാനും എൽഡർ ടു എന്നുമാണ് പറയാ കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ, ജോൺ സെയ്സ് ഐ ഷാൽ ബി ഇൻ ലണ്ടൻ ഇൻ ഡിസംബർ. ഓക്കെ, ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുവിധപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. ജോൺ സെയ്സ് ഐ ഷാൽ ബി ഇൻ ലണ്ടൻ ഇൻ ഡിസംബർ, എന്തായിരിക്കും ആൻസർ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വേഗം ആലോചിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ് ആൻസറിലേക്ക് വരിക എന്നുള്ളത് ഞാൻ പറയാം. പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ജോൺ സെയ്സ്, ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്താന്നുള്ളത് നോക്കുക. റിപ്പോർട്ടിംഗ് വെർബ് ഏതാ? സെയ്സ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ, സെയ്സ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ് അല്ലെ, സിമ്പിൾ പ്രസന്റൻസ് ആണ്. അപ്പൊ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. മനസ്സിലായോ? റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ, ഇപ്പൊ സെയ്സ് ആണെങ്കിലും ഹാസ് സെഡ് ആണെങ്കിലും, ഹാസ് സെഡ് എന്ന് പറഞ്ഞാലും പ്രസന്റ് ആണ് അല്ലെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിലും നമ്മൾ ടെൻസ് മാറ്റാൻ പാടില്ല. അപ്പൊ ഇവിടെ സെയ്സ് ഉള്ള ഓപ്ഷൻ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ വരിക എന്നുള്ള കാര്യം മൈൻഡിൽ വരണം. അപ്പൊ നമുക്ക് അതിന് സെഡിനെ എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഷാൽ ആണ്. അപ്പൊ ഡബിൾ കോഡ്സിൽ കൊടുത്തുള്ള ഭാഗത്തിന്റെ ടെൻസും മാറ്റാൻ പാടില്ല കേട്ടോ. അപ്പോ ഈ ടെൻസ് തന്നെ വേണം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കുമ്പോ ഇവിടെ കണ്ടോ, ഓപ്ഷൻ എ നമ്മൾ എന്തായാലും മാറ്റിയല്ലേ. ഓക്കെ, അപ്പോ ഇനി ഓപ്ഷൻ ബിയില് വില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി നോക്കിയേ ഷുഡ് ആണ്. ഷുഡ് പറ്റില്ല, കാരണം ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ് വരിക. അപ്പൊ എന്തായാലും ഷുഡ് പറ്റില്ല, നമ്മൾ പറഞ്ഞില്ലേ സെയിം ടെൻസ് ആയിരിക്കണം. അപ്പൊ ഷുഡ് അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എനെയും ഓപ്ഷൻ സിനെയും എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി നോക്കിയേ, ജോൺ സെയ്സ് ദാറ്റ് ഹി വുഡ്. വുഡ് എന്ന് പറയുന്നത് വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ് അല്ലെ. അപ്പൊ വില്ലും ഷാൽ എന്നൊക്കെ പറയുന്ന ഒരേ ടെൻസിലല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ പാസ്റ്റ് ആണ് വുഡ് എന്ന് പറയുന്നത്. അപ്പൊ അതും പറ്റില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ജോൺ സെയ്സ് ദാറ്റ് ഹി വിൽ ബി ഇൻ ലണ്ടൻ ഇൻ ഡിസംബർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഐയുടെ കൂടെയും വിയുടെ കൂടെയാണ് നമ്മൾ സാധാരണ ഷാൽ യൂസ് ചെയ്യുക. അതിന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കി കഴിയുമ്പോൾ ഈ ഐ മാറിയിട്ട് ഹി ആകുമല്ലോ. അപ്പൊ ഹിയുടെ കൂടെ നമ്മൾ ഷാൽ അല്ല യൂസ് ചെയ്യുക, നമുക്ക് വില്ല് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് കൂടുതൽ ശരിയായിട്ട് പറയാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആവാനുള്ള റീസൺ, ജോൺ സെയ്സ് ദാറ്റ് ഹി വിൽ ബി ഇൻ ലണ്ടൻ ഇൻ ഡിസംബർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണോ, ശരിയാക്കിയെന്ന് വിചാരിക്കണോ? അപ്പൊ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ മിസ്റ്റേക്സ്, തീർച്ചയായിട്ടും നമുക്ക് മിസ്റ്റേക്സ് വരും. അപ്പൊ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. ആർക്കെങ്കിലും നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് 30 ഡേയ്സിന്റെ കോഴ്സാണ്. ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സിന്റെ പ്രൈസ് 999 ആണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാവേ. ആപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഫ്രീ ടെസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അതും ചെയ്ത് നോക്കാം കേട്ടോ. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അതെല്ലാം അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.